ഇന്ന് ഞാൻ ഒരു പടം കണ്ട്, സൂര്യൻ എന്നാണ് പേര്. അപ്പോൾ ഈ പേര് കിട്ടിയിട്ട് ആർക്കും ഓർമ്മ വരാൻ വഴിയൊന്നുമില്ല, കാരണം ഇതൊരു പഴയ സിനിമയാണ്, ഇത് വലിയ ഹിറ്റായ സിനിമ ഒന്നുമല്ല. പക്ഷേ ഈ പടം ഞാൻ ശ്രദ്ധിക്കുന്നത് ജയറാമിൻ്റെ ഒരു ട്രോള് കണ്ടിട്ടാണ്. ഈ ഒരു സീൻ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ട്രോളായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് ഈ പടം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് കാണാണ് ഈ സിനിമ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ പഴയ കാലങ്ങളിൽ ഇറങ്ങിയ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞാൻ ഈ സിനിമയൊക്കെ ഞാൻ കാണുന്നത് 1, 2 പഠിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് നൊസ്റ്റ അടിക്കാറുണ്ട്, ആ കാലങ്ങളിലേക്കും തിരിച്ചു പോകാൻ പറ്റാറുണ്ട്. അത് തന്നെയല്ല, പിന്നെ എനിക്ക് ഇങ്ങനത്തെ പണ്ടത്തെ ഈ കാലങ്ങളിലൊക്കെ സിനിമയൊക്കെ ഭയങ്കര ഡ്രമാറ്റിക്കാണ്. എനിക്ക് ആ മൂഡിലുള്ള സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം പണ്ടത്തെ വീട് കാര്യങ്ങൾ, അങ്ങനത്തെ ചുറ്റുപാട് ഇതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. എനിക്കൊരു നൊസ്റ്റ ഫീൽ അടിക്കാറുണ്ട്. പിന്നെ തന്നെയല്ല, ഭയങ്കര ഇപ്പോഴത്തെ ഭയങ്കര റിയലിസ്റ്റിക് പരിപാടിയിലാണ് പോകുന്നത്. ഇതാകുമ്പോൾ ഒരു ഡ്രാമ സെറ്റപ്പിലാണ് പോണത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് ശ്രദ്ധിക്കുന്നത് ജയറാം താടി വെച്ച് അഭിനയിക്കുന്നതാണ്. ജയറാം ആടുപുലിയാട്ടത്തിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളി താടി വെച്ച് അഭിനയിക്കുന്നത്. പിന്നെ അതിന് മുന്നേ പണ്ടത്തെ ഒരു സിനിമ, പുള്ളിക്ക് എന്താ അവാർഡ് കിട്ടിയ സിനിമയാണ്, ആ ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളി താടി വെച്ചേക്കണത്. വേറെ അതിൻ്റെ ഡെയിലി കണ്ടേക്കുന്ന സിനിമ ഞാൻ ഇതൊരു ശ്രദ്ധിച്ചില്ല, കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതൊരു പുതിയൊരു ഇതായിരുന്നു. പിന്നെ പുള്ളി ജയറാമിൻ്റെ ഏകദേശം എല്ലാ സിനിമയിലും ഒരേ ലുക്കായിരുന്നല്ലോ പുള്ളിക്ക്. രാജൻ പി ദേവ് എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ പറയാനുണ്ട്, അത് ശരിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൽ ഒരു വ്യത്യസ്തം അങ്ങനെ ഫീൽ ചെയ്ത്. പിന്നെ അത് തന്നെ അല്ലാണ്ട് നമ്മുടെ ഹരിശ്രീ അശോകൻ, പുള്ളി താടി ഇല്ലാണ്ട് അഭിനയിക്കണം, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട് 4-5 പടത്തിൽ ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഞാനിതൊരു കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പുള്ളി താടി ഇല്ലാണ്ട് ഒരു സിനിമയിൽ കാണുന്നത്. അതും എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെന്താ പറയുക, ഇത് ഇങ്ങനത്തെ സിനിമ കാണുമ്പോൾ നല്ല രസമാണ്. നമുക്ക് പണ്ടത്തെ ഒരു ഇതൊക്കെ മൂഡൊക്കെ എൻജോയ് ചെയ്യുക, അതായത് നമ്മൾ കുഞ്ഞിലെ കാണാമല്ലോ, ആ ഒരു കാലത്തിലേക്ക് ഒന്ന് പോകാൻ പറ്റും. പിന്നെ കുറേ ക്രിഞ്ച് പരിപാടികളുണ്ട്, എനിക്ക് ആ ക്രിഞ്ച് കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പരിപാടികളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഈ പടങ്ങൾ കാണാം. അതായത് ഭയങ്കര ചകഞ്ഞ സിനിമ കാണുന്നവരല്ല, ജസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ മൂഡ് പിടിക്കാനും. പിന്നെ നമ്മൾ ഉച്ച സമയത്തൊക്കെ ഒന്ന് ചോറിന് മുമ്പ് നമ്മൾ ഏഷ്യാനെറ്റ് പ്ലസ് മൂവീസൊക്കെ വെക്കുമല്ലോ, അതേപോലെ കാണാനായിട്ട് താല്പര്യമുള്ളതാണെങ്കിൽ ഈ സിനിമയൊക്കെ കണ്ടുപോകുക, നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ പടം കാണാം. ഇഷ്ടപ്പെട്ടൊരു പാട്ട്, അത് തൊട്ടാവാടി തത്തം വയ്ക്കും കൂട്ട്. ഇഷ്ടക്കാരിക്കിഷ്ടപ്പെട്ടൊരു